നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ജിന്നുകളുമായി സംസാരിക്കുകയും ബൈഅത്ത് ചെയ്യുകയൊക്കെ ചെയ്ത വാദി നഹ്ല, അത് കഴിഞ്ഞ് സദ് ഇക്രിമ, അതുപോലെ അവിടെ നമ്മൾ ഇറങ്ങി അവിടെ ഫാത്തിഹ ഓതി സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ത്വായിഫിൽ വന്ന് പ്രയാസം സഹിച്ച സ്ഥലം കണ്ടു. ആ ഭാഗം പ്രത്യേകം നമ്മൾ കണ്ടു. അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പേരിലുള്ള ആദ്യമായി മിനാരത്തോടുകൂടി നിർമ്മിച്ച പള്ളി കണ്ടു. അത് കഴിഞ്ഞ് നമ്മള് അദ്ദാസിന്റെ തോട്ടവും അദ്ദാസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയും കണ്ടു. അത് കഴിഞ്ഞ് നമ്മള് മഹാനായ സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ള മദീനത്തു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിലെത്തി. ആ പള്ളിയിൽ വെച്ച് നമ്മള് അസർ നിസ്കരിച്ചു. അത് കഴിഞ്ഞ് മഹാനവറുകളെ യാസീൻ ഓതി ഹദിയ ചെയ്ത് സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മള് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പണ്ട് കാലത്ത് വന്ന് നിർമ്മിച്ച പള്ളി നിലനിൽക്കുന്ന സ്ഥലത്തുള്ള പുതിയ പള്ളി മസ്ജിദുൽ ഹുദൂദ് സന്ദർശിച്ചു. അവിടെ വെച്ച് വളരെ വലിയ ലാഭത്തിൽ എല്ലാരും അത്തറ് വാങ്ങി. അത്തറ് വാങ്ങിയ നമ്മക്കും സന്തോഷം, അത്തറ് വിറ്റ ആ കുട്ടിക്കും സന്തോഷം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വീടും കിണറൊക്കെ കണ്ടു. അതിന്റെ ഇടക്ക് ത്വായിഫിൽ ശിക്ഷ നടപ്പാക്കുന്ന തലവെട്ടുന്ന പള്ളി അത് നമ്മൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് സയ്യിദുൽ കബീറിലുള്ള ഖർനുൽ മനാസിൽ, മീഖാത്ത് ഖർനുൽ മനാസിലെത്തി. അവിടെ വെച്ച് മഗ്രിബും ഇശാഉം നിസ്കരിച്ചു. പരിശുദ്ധ ഉംറക്ക് ഹറാം ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് മുലിബ്ബീൻ തൽബിയത്ത് ചൊല്ലുന്നവരായി നമ്മൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഹറമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇതുവരെ സഫർ വളരെ സന്തോഷത്തിൽ കഴിച്ചു കൂടി തന്നു. കൂട്ടത്തിൽ പറയേണ്ടതാണ്, ത്വായിഫിലെത്തിയപ്പോഴേക്ക് അവിടെ നമ്മുടെ യാത്രയിലുള്ള പലരുടെയും ബന്ധുക്കൾ ഓടി വന്ന് ആദ്യം ദാഹത്തിന് വെള്ളം തന്നു. അതുപോലെ പിന്നെ ഈത്തപ്പഴവും ജ്യൂസും ഒക്കെ നമ്മളെ വണ്ടിയിൽ എത്തിച്ചു തന്നു. അതൊക്കെ നമ്മൾ കുടിച്ചു സായുജ്യരായി. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ജോലിയിലൊക്കെ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. അവരുദ്ദേശിക്കുന്ന സമയത്ത് സന്തോഷത്തിൽ നാട്ടിലെത്താൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കട്ടെ. ഹജ്ജും ഉംറയൊക്കെ ആവർത്തിച്ചു ചെയ്യാനുള്ള ഭാഗ്യം അവർക്കും നമുക്കും അല്ലാഹു തആല തരട്ടെ. പ്രത്യേകമായി നമുക്ക് പറയാനുള്ളത്, നമുക്കിന്ന് കിട്ടിയ ഈ ബസിന്റെ ഡ്രൈവർ നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് നമ്മുടെ നാട്ടുകാരനായ മുഹമ്മദ് റഫീഖ് സാഹിബ്, അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. അല്ലാഹു എല്ലാ ഇസ്സത്തും കൊടുക്കട്ടെ അദ്ദേഹത്തിനും. അതുപോലെ നമുക്കൊക്കെ നാട്ടിലുള്ള അഹിലിനും മയ്യാലിനും മക്കൾക്കും മാതാപിതാക്കൾ ഭാര്യമാർക്കൊക്കെ അല്ലാഹു കാവലും സമാധാനവും സലാമത്തും തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ഉച്ചത്തിൽ ഉഷാറായിട്ടാണ് നിങ്ങൾ ചെല്ലുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക لبيك اللهم لبيك لبيك لا شريك لك لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك اللهم لبيك لا شريك لك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لا شريك لك